UAPA ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മലപ്പുറം പെരുമ്പടവ് സ്വദേശി ഷംനാദിനെ അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് കേരള പോലീസ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, വിശദാംശങ്ങൾ. വർഷ, എന്തായാലും UAPA ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയും അതിനൊപ്പം തന്നെ കുപ്രസിദ്ധ ഗുണ്ടയുമായ മലപ്പുറം പെരുമ്പടവ് വെളിയംകോട് താന്നുതുറയ്ക്കൽ വീട്ടിൽ ഷംനാദിനെയാണ് ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിൽ വെച്ച് കേരള പോലീസ് പിടികൂടിയിട്ടുള്ളത്. സംസ്ഥാന ഭീകരവിരുദ്ധ സേനയുടെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. വധശ്രമം ഉൾപ്പെടെ 22 കേസുകളിൽ പ്രതിയാണ് ഇയാള്. തൃശൂർ സിറ്റി വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വടക്കേ ഇന്ത്യയിലും അതിനൊപ്പം തന്നെ നേപ്പാളിലും ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാള്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഷംനാദിനെ തൃശൂർ പോലീസ് ഭീകരവിരുദ്ധ സേനയുടെ സഹായത്തോടെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2016 ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പെരുമ്പാവൂരിലെ ഒരു വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർന്ന കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. ഈ കേസ് പിന്നീട് ഭീകരവിരുദ്ധ സേന അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പിന്നീട് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ കേസിൽ ഉൾപ്പെട്ട് ഒളിവിലേക്ക് പോവുകയായിരുന്നു. തടിയന്റെ വിട നസീർ ഉൾപ്പെട്ട തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഷംനാദ് എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒളിവിൽ താമസിക്കാൻ ഇയാളെ സഹായിച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് തുടരുന്നുണ്ട്. ഭീകരവിരുദ്ധ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത്. എന്തായാലും 22 വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഷംനാദ്. ഇയാളെ ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് തൃശൂർ പോലീസ് സംസ്ഥാന ഭീകരവിരുദ്ധ സേനയുടെ സഹായത്തോടെ പിടികൂടിയിട്ടുള്ളത്. വർഷ, സുലേഖ, 22 കേസുകളിൽ പ്രതിയാണ്. അതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഈ തുടർ നടപടികൾ? ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഇനി ഇയാൾക്കെതിരെ കേസെടുക്കുക? എന്തായാലും വർഷ, ഇയാളെ പിടികൂടിയിട്ട തൃശൂർ പോലീസാണ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇയാളെ ഈ ഉത്തർപ്രദേശ് നേപ്പാൾ അതിർത്തിയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി പിന്നീട് നടക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഈ ഗുണ്ട ലിസ്റ്റിലുള്ള ഷംനാദിനെ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന ഭീകരവിരുദ്ധ സേന സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.